കുറേ പഴയ വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ കിടപ്പുണ്ടെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടത്തിലുള്ളതായത്. ഇതിൻ്റെ ലോങ് വീഡിയോ ഒക്കെ നേരത്തെ അപ്ലോഡ് ചെയ്തതാണ്. മാമിയും കൊച്ചുകളും ഒക്കെ വന്ന സമയത്ത് നമ്മൾ ചക്ക ഇട്ടിട്ടുണ്ടായിരുന്നു. അധികം വിളഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷേ അത് നമ്മൾ വേവിക്കുകയും പിന്നെ ഈ ചക്കക്കുരുവൊക്കെ മാമി അന്ന് മുഴുവനും ഇരുന്ന് വൃത്തിയാക്കി അരിഞ്ഞ് തന്നിട്ട് പോയതാണ്. അത് ഫ്രീസറിൽ വെച്ചേക്കുമായിരുന്നു. ഇന്നത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തതാണ്. അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ലപോലെ വിളയാത്ത ചക്ക ആയതുകൊണ്ട് ഈ ചക്കക്കുരു വേവാൻ കുറച്ച് താമസം ഉണ്ടായിരുന്നു. കുക്കറിലിട്ടാൽ മതിയായിരുന്നു. അപ്പോഴേ ഇത് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു. അതിനകത്ത് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും കാന്താരിയും കൂടെ ചതച്ചത് ചേർത്തു. അത് വഴറ്റിയെടുത്തിട്ട് കുറച്ച് തേങ്ങാപ്പീരയ്ക്കകത്തോട്ട് ജീരകം കൂടെ ചതച്ച് ചേർക്കുന്നുണ്ട്. ചുവന്നുള്ളിയൊക്കെ വഴറ്റിയെടുക്കുന്നതിനകത്തോട്ട് അരപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കിയിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരുവും കൂടെ ചേർക്കും. ഇനിയിപ്പോൾ ബാക്കിയുള്ള തേങ്ങാപ്പീര അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഉപ്പൊക്കെ നോക്കുന്നുണ്ട്. ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ലേശം കൂടി ചേർത്ത് ഇനി നല്ലപോലെ ഇളക്കി ഒന്ന് അടച്ചു വെക്കണം. ഒരു 5-6 മിനിറ്റൊക്കെ ഒന്ന് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തോരൻ റെഡിയാണ്. അപ്പോൾ നമ്മുടെ സ്ഥിരം റെസിപ്പിയിലല്ലാതെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്തവർ ഇതൊന്ന് ചെയ്ത് നോക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തില്ല എന്ന് വെച്ചിട്ട് രുചിക്കുറവൊന്നുമില്ല. സൂപ്പർ ടേസ്റ്റാണ് ഈ തോരന്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അത്താഴത്തിന് ചോറും ചക്കക്കുരു തോരനും മീൻകറിയും മോര് കറിയും പിന്നെ അമ്മയുടെ സ്പെഷ്യൽ തീയലും ഉണ്ട് കേട്ടോ. അപ്പോൾ കഴിക്കട്ടെ.